എന്താടി അത്? വാ ഇക്കാക്ക, ഇറങ്ങി നോക്കാം. ഒരു പെൺകുട്ടിയാണെന്നാ തോന്നുന്നത്. ആഷിക്കും ആയിഷയും സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുന്ന വരവായിരുന്നു. പെട്ടെന്നാണ് എന്തോ ഒന്ന് അവരുടെ കാറിന് മുൻപിൽ വട്ടം ചാടിയത്. ആയിഷയാണ് ആദ്യം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അള്ളോ ഇക്കാക്ക, ഇതൊരു പെൺകുട്ടിയാ. അവൾക്ക് പിന്നാലെ ആഷിക്കും ഓടി വന്നു. റോഡിൽ കമിഴ്ന്നു കിടക്കുന്ന ആ പെൺകുട്ടിയെ ആഷിഖ് എടുത്തുയർത്തി. കാറിൻ്റെ ഹെഡ്ലൈറ്റിൽ അവൻ അവളുടെ മുഖം കണ്ടു. പടച്ചോനെ, ശ്രീലക്ഷ്മി! ഇക്കാക്കൊക്കെ അറിയോ ഈ കുട്ടിയെ? തരിച്ചു നിൽക്കുന്ന ആഷിഖിനെ കണ്ട് ആയിഷ ചോദിച്ചു. എടി, ഇത് നമ്മുടെ വേണുമാഷിൻ്റെ മോളാ, ശ്രീലക്ഷ്മി. മാഷ് മരിച്ചിട്ട് ഇന്നേക്കിതാ 7 ദിവസമേ ആയിട്ടുള്ളൂ. ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയേ? ആഷിഖ് ഒരു വേവലാതിയോടെ ആയിഷയോട് പറഞ്ഞു. ആയിഷു, നീ വേഗം പോയിട്ട് ആ വാട്ടർ ബോട്ടിൽ ഇങ്ങ് എടുത്തിട്ട് വാ. ആയിഷു വെള്ളമെടുക്കാൻ പോയ സമയം ആഷിഖ് അവളുടെ കവിളിൽ തട്ടി അവളെ ഉണർത്താൻ ശ്രമിച്ചു. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, കണ്ണു തുറക്ക്. അവൾക്ക് പക്ഷേ ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ അവൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ ശ്രദ്ധിച്ചത്. ഉടുത്തിരിക്കുന്ന ധാവണിയുടെ ബ്ലൗസിൻ്റെ കൈ ആരോ വലിച്ചു കീറിയതുപോലെ, കവിളിൽ ശക്തിയായി അടിച്ചതിൻ്റെ പാടും. ഇതെല്ലാം കണ്ടപ്പോൾ ആഷിഖിന് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായിരുന്നു. അവൻ മറുത്തൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ശ്രീലക്ഷ്മിയെ കോരിയെടുത്ത് കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി. ആയിഷയോടും അവൻ പിന്നിൽ കയറാൻ പറഞ്ഞു. അവൻ വണ്ടി തിരിച്ച് നേരെ വിട്ടത് അറക്കൽ ഹോസ്പിറ്റലിലേക്കാണ്. വരുന്ന വഴിക്ക് ആഷിഖ് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു ഒരു എമർജൻസി കേസ് വരുന്നുണ്ടെന്നും വരുന്നത് തനിക്ക് വേണ്ടപ്പെട്ട ആളാണെന്നും. അവർ അവിടെ എത്തിയപ്പോഴേക്കും അവളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട എല്ലാം അവിടെ സജ്ജമായിരുന്നു. ഇങ്ങനെ ഒരു കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത വിവരം പുറത്താരും അറിയാൻ പാടില്ലെന്ന് ആഷിഖ് ഹോസ്പിറ്റലിലുള്ളവരോട് പ്രത്യേകം പറഞ്ഞു. ഹോസ്പിറ്റലിൻ്റെ MD പറഞ്ഞാൽ പിന്നെ അനുസരിക്കാതിരിക്കാൻ വയ്യല്ലോ. ആയിഷു, നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നിന്നോളാം ഇവിടെ. ഡ്രൈവറെ വിളിച്ച് ആഷിഖ് ആയിഷയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഡോക്ടറുടെ കൺസൾട്ടിങ്ങും ടെസ്റ്റുകളുടെ റിസൾട്ടും വന്നപ്പോഴേക്കും സമയം 3 മണിയായിരുന്നു. ആഷിഖ്, എഴുന്നേൽക്ക്. പുറത്ത് കസേരയിൽ ഇരുന്നുറങ്ങുന്ന ആഷിഖിനെ ഡോക്ടർ ശരത്ത് വന്ന് വിളിച്ചു. ഡാ, നിന്റെ പേഷ്യൻറ്റിന് ഒരു കുഴപ്പമില്ല. ഒന്ന് പാനിക്കായതാ. പിന്നെ ഒരു ഹരാസ്മെൻറ്റ് നടന്നതിൻ്റെ ലക്ഷണമുണ്ട്. കവിളിൽ ശക്തിയായി ആരോ അടിച്ചിട്ടുണ്ട്. ആളിപ്പോൾ ഓക്കെയാണ്. നിന്നെ കാണണമെന്ന് പറഞ്ഞു. ധൃതിയിൽ ശ്രീലക്ഷ്മിയുടെ മുറിയിലേക്ക് കയറാൻ പോയ ആഷിഖിനെ ശരത്ത് തടഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരാണ് ആ അമ്പൂറ്റിക്കുട്ടി? സാറിനെ ഇതിനു മുൻപ് ഇതുപോലെ ബേജാറായി കണ്ടിട്ടേ ഇല്ലല്ലോ. ശരത്ത് ഒരു കുസൃതിയോടെ ചോദിച്ചു. ഒന്ന് പോടാ, എൻ്റെ നാട്ടിലുള്ള കുട്ടിയാ, ആഷിഖ് ദേഷ്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അത്രേ ഉള്ളൂ? ആ, അത്രേ ഉള്ളൂ. എന്താ ഇപ്പോൾ നിനക്ക് വേണ്ടത്? അവനെ പോവാൻ അനുവദിക്കാതെ നിൽക്കുന്ന ശരത്തിനോട് ആഷിഖ് അല്പം കടുത്ത സ്വരത്തിൽ ചോദിച്ചു. ഓഹോ, അതുകൊണ്ടായിരിക്കും സാറ് നല്ല 1-ാം തരം AC റൂമൊക്കെ വിട്ട് ഈ വരാന്തയിൽ ഇങ്ങനെ കാവലിരുന്നത്. ഇപ്പോൾ ഞാൻ അവളെ കണ്ടിട്ട് വരാം. നിനക്കുള്ള മറുപടി ഞാൻ പിന്നെ തരാം. അതും പറഞ്ഞുകൊണ്ട് ശരത്തിനെ തള്ളി മാറ്റി ആഷിഖ് ശ്രീലക്ഷ്മിയുടെ റൂമിലേക്ക് കയറി. റൂമിലേക്ക് കയറിയ ആഷിഖ് കാണുന്നത് പുറത്തേക്ക് നോക്കി കണ്ണുനീർ അമർത്തി തുടയ്ക്കുന്ന ശ്രീലക്ഷ്മിയെയാണ്. ആഷിഖിനെ കണ്ടതും അവൾ ബെഡിൽ നിന്നും ഒന്ന് എണീക്കാൻ ശ്രമിച്ചു. വേണ്ട വേണ്ട, കിടന്നോളൂ, ആഷിഖ് ഒരു നേർത്ത സ്വരത്തിൽ അവളോട് പറഞ്ഞു. നിങ്ങളാണോ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? അതെ, എൻ്റെ വണ്ടിയുടെ മുന്നിലാണ് താൻ വന്നു വീണത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? താൻ ഓക്കെ അല്ലേ? ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അവൻ ശ്രീലക്ഷ്മി എന്ന തൻ്റെ പേര് പറഞ്ഞപ്പോൾ അവൾക്ക് അതിശയമായി. എന്നെ അറിയോ? അറിയാം, വളരെ നന്നായിട്ട്, അവൻ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിനെനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുകൊണ്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.